സോ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വെറൈറ്റി വീഡിയോസ് ഇനി വരുന്നുണ്ട്, പ്രത്യേകിച്ചും ഹോം അപ്ലയൻസസ് ബേസ് ചെയ്തിട്ടുള്ള. സോ ഇത് ആ കൂട്ടത്തിലെ ഒന്നാമത്തെ വീഡിയോ ആണ്. ഇതിലൂടെ ഫ്ലിപ്കാർട്ടിൽ കറൻ്റ്ലി ബിഗ് സേവിങ് ഡേയ്സ് എന്നുള്ള പേരിൽ നിരവധി ഓഫേഴ്സ് ഹോം അപ്ലയൻസസിന് ഫ്ലിപ്കാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലെ വ്യത്യസ്തമായിട്ടുള്ള 5 ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്റേഴ്സാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ AC റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളും ഈ ഒരു സമ്മർ ടൈമിൽ വീട്ടിലേക്കൊരു ഫ്രിഡ്ജ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇതാണ് ഫ്ലിപ്കാർട്ടിലുള്ള ലൈവ് സെയിൽ, ബിഗ് സേവിങ് ഡേയ്സ് എന്ന് പറയുന്ന ആ ഒരു ലൈവ് സെയിൽ. അതിൽ ഫ്രിഡ്ജിൻ്റെ ഓപ്ഷനിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് സേവിങ് ഡേയ്സ് എന്ന ഓഫറിലൂടെ റെഫ്രിജറേറ്റേഴ്സിന് മാത്രം അപ് ടു 60% ഓഫേഴ്സാണ് ഫ്ലിപ്കാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പം നിങ്ങൾ SBI ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് 12,000 റുപ്പീസിൻ്റെ ഓഫും ലഭിക്കുന്നതാണ്. ആൻഡ് ടോപ്പ് 10 സമ്മർ പിക്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള 5 റെഫ്രിജറേറ്റേഴ്സിൽ കുറച്ചൊക്കെ ഉണ്ട്. സോ കറൻ്റ്ലി ഓഫ്ലൈൻ ഷോപ്സുമായിട്ട് ഫ്ലിപ്കാർട്ടിലെ ഈ ഒരു സെയിൽ ഓഫർ കമ്പയർ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിലുള്ളൊരു പ്രൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതിലെ ആദ്യത്തെ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് LGയുടെ 242 എന്ന് പറയുന്ന മോഡലാണ്. നമ്മൾ നോക്കുന്ന മോഡൽസിൻ്റെ പ്രത്യേകതകൾ താഴെ തന്നെ ഇവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഷോ കേസ് എന്നുള്ളതിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് സ്മാർട്ട് ഇൻവെർട്ടർ കംപ്രസർ ഉള്ളൊരു മോഡലാണ്. കറൻ്റ് ഇതൊരു 3 സ്റ്റാർ മോഡലാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ സ്മാർട്ട് ഇൻവെർട്ടഡ് കംപ്രസർ ഉള്ളതുകൊണ്ട് തന്നെ എനർജി കൺസപ്ഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് കുറവ് എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആയിരിക്കും കൺസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സേവ് ചെയ്യാൻ സാധിക്കും. 2 ഡോർ കൂളിംഗ് പ്ലസ് എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. അതായത് ഡോറുകളുടെ സൈഡിലായിട്ട് തന്നെ കുറച്ച് വെൻറ്റുകൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് കൂടുതൽ എയർ ഫ്ലോ ലഭിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വെക്കുന്ന ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ കുറേയും കൂടെ ഫ്രഷ് ആയിട്ട് ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് കറൻ്റ്ലി ഉള്ള പ്രൈസും അതോടൊപ്പം ഓഫർ പ്രൈസ് എത്രയാണെന്നുള്ളതും കൃത്യമായിട്ട് അവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡിസ്കൗണ്ട് ഫൈനൽ ഡിസ്കൗണ്ട് എത്രയാണെന്നും കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് EMI ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഡിഫറെൻറ്റ് ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്തേക്കുന്ന EMI സ്കീമുകളും അതോടൊപ്പം ബാങ്കുകളുടെ ഇൻസ്റ്റൻറ്റ് EMI ഓപ്ഷൻസും സ്കീമുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിലേത് വേണേലും ഓപ്റ്റ് ഇൻ ചെയ്യാൻ സാധിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു 2023 മോഡലാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിന് നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. ആൻഡ് വാറണ്ടി എല്ലാം നമുക്ക് നോർമലി ലഭിക്കുന്ന പോലെ 1 ഇയർ പ്രൊഡക്റ്റ് വാറണ്ടിയും 10 ഇയേഴ്സിൻ്റെ കംപ്രസർ വാറണ്ടിയും ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സെല്ലേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക, റേറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുക. നമുക്ക് 7 ഡേ ബ്രാൻഡ് സപ്പോർട്ടുണ്ട്. മറ്റെല്ലാം ഹോം അപ്ലയൻസസ് പ്രോഡക്റ്റ് പോലെ തന്നെ ഇത് വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് ഇവർ ഡെലിവറി ചെയ്യും. അതിനുശേഷം അതായത് ഏത് ബ്രാൻഡാണോ ആ ബ്രാൻഡിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഇതിൻ്റെ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിനുള്ള ഡേറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലെ രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് ഹയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 325 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു റെഫ്രിജറേറ്ററാണ്. ഇത് ഒരു ഡബിൾ ഡോർ 3 സ്റ്റാർ റെഫ്രിജറേറ്ററാണ്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോട്ടം മൗണ്ടഡ് റെഫ്രിജറേറ്ററാണ്. അതായത് നോർമലി നമ്മൾ കാണുന്ന ഫ്രിഡ്ജിൻ്റെ ഡിസൈൻ അല്ല. താഴെ പൊതുവേ നമുക്ക് സ്പേസ് കൂടുതലും മേളിലായിരിക്കും നമുക്ക് ഫ്രീസിങ് ഏരിയ ഒക്കെ വരുന്നത്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. താഴെ നമുക്ക് ചെറിയൊരു സ്പേസും അതിന് മേളിലേക്കായിരിക്കും വലിയൊരു സ്പേസും കൊടുത്തിരിക്കുന്നത്. ആൻഡ് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ഡിസ്പ്ലേയും നടുക്ക് കൊടുത്തിട്ടുണ്ട്. ട്രിപ്പിൾ ഇൻവെർട്ടറും പ്ലസ് 3 സ്റ്റാർ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് എനർജി കൺസപ്ഷൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ സേവ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഡ്യുവൽ ഫാൻ ടെക്നോളജി കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ സ്പേസിലേക്കും നല്ല രീതിയിൽ കൂളിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. 3 പവർ ഔട്ടേജോ കാര്യങ്ങളുണ്ടായാലും നമ്മൾ ഏറ്റവും ബോട്ടത്തിൽ വെച്ചിരിക്കുന്ന ആ ഒരു പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്ത് വെച്ചാലും 1 അവർ വരെ ഫ്രോസൺ ആയിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രത്യേക ടെക്നോളജിയാണ് ഇന്നർ ലെയറിൽ കൊടുത്തിരിക്കുന്ന ഡയമണ്ട് ഷേപ്ഡ് ഡിസൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ വരെ ഈവൻ ദോ പവർ ഔട്ടേജ് ഉണ്ടായാലും കറണ്ട് പോയാലും 1 മണിക്കൂർ വരെ അതിനെ ഫ്രോസൺ ചെയ്ത് വെക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള കേപ്പബിലിറ്റി ഈ ഒരു ഫ്രിഡ്ജിനുണ്ട്. 4 14-in-1 കൺവേർട്ടബിലിറ്റിയാണ്. അതായത് 14 മോഡിലേക്ക് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ വെച്ചിരിക്കുന്ന ഫുഡുകളുടെ സ്റ്റൈൽ ഓഫ് ഫുഡുകളുടെ ആ ഒരു വേണ്ട ടെമ്പറേച്ചർ അനുസരിച്ച്, ഇപ്പം സീ ഫുഡ് ആണെങ്കിൽ അങ്ങനെ, അതല്ല ഐസ്ക്രീംസോ ഡെസേർട്ട്സോ അതാണെങ്കിൽ അങ്ങനെ 14 ഡിഫറെൻറ്റ് മോഡിലുള്ള ടെമ്പറേച്ചേഴ്സ് നമുക്ക് ഈ ഒരു ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് 5 ബിഗ്ഗർ വെജിറ്റബിൾ ബോക്സ് ആണ്. യൂഷ്വലി നമ്മൾ കാണുന്ന ഫ്രിഡ്ജുകളിൽ നിന്ന് 2 ഇരട്ടി വലുപ്പമുള്ള ഒരു ബിഗ്ഗർ വെജിറ്റബിൾ ബോക്സ് ആണ് ഈ ഒരു ബോട്ടത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റിയും ഡീറ്റെയിൽസും ആൻഡ് പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. EMI സ്കീം ഓപ്ഷൻസും എല്ലാം തന്നെ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ മൂന്നാമത്തെ ബ്രാൻഡിൻ്റെ AC ആണ് IFBയുടെ 243 ലിറ്റേഴ്സിൻ്റെ 2 സ്റ്റാർ ഫ്രിഡ്ജ്.
സോ ഇത് IFB എന്ന് പറയുന്ന ബ്രാൻഡാണ്. നമുക്കറിയാം IFB വളരെ റെക്കഗ്നൈസബിൾ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് LG പോലെ തന്നെ. സോ ഇതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സിലേക്ക് വരുമ്പം നമുക്ക് മാക്സിമം സ്പേസ് ആണ്, എക്സ്ട്രാ വിട്ടാണ് ഈ ഒരു IFB ഫ്രിഡ്ജിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ 22.5 ലിറ്ററിൻ്റെ വലിയൊരു ബിഗ് ബാസ്ക്കറ്റാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കീപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. 3 നമുക്ക് ലാർജ് ബോട്ടിൽ ഷെൽഫുകൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈസിലി നമുക്ക് 2 ലിറ്റേഴ്സിൻ്റെയൊക്കെ ബോട്ടിൽസ് ഇതിൽ കീപ്പ് ചെയ്യാൻ സാധിക്കും. ആൻഡ് 4 യൂണിഫോം കൂളിംഗ്, അതായത് ഈവൻലി ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കൂളിംഗ് സിസ്റ്റമാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 5 ക്വിക്ക് ഐസിംഗ് ആണ്, അതായത് ലെസ് ദാൻ 60 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഐസ് ക്യൂബ്സ് ഫോം ചെയ്യാൻ സാധിക്കും. അതിനുള്ളൊരു ക്വിക്ക് ഐസിംഗ് ടെക്നോളജി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6 ആക്റ്റീവ് ഡീഓഡറൈസർ, അതായത് നമ്മൾ കീപ്പ് ചെയ്യുന്ന വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഇതിനൊക്കെ ഫോൾ സ്മെല്ലുണ്ടെങ്കിൽ അതിനെ ഡീഓഡറൈസ് ചെയ്യുന്ന ഒരു ഫീച്ചറും ഈ ഒരു ഫ്രിഡ്ജിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് 7 ആൻറ്റി ബാക്ടീരിയ ഗ്യാസ്കറ്റുകൾ ഇതിൻ്റെ ഡോറിന് ചുറ്റിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വളരെ ടഫായിട്ടുള്ള ഗ്ലാസ്സുകളാണ് ഇതിൻ്റെ ഷെൽഫായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല വെയിറ്റുള്ള കാര്യങ്ങൾ പോലും നമുക്കിതിൽ വെക്കാൻ സാധിക്കും. ആൻഡ് ഇതിലും ഹയറിലുള്ള പോലെ തന്നെ 7-in-1 മോഡുകൾ, ടെമ്പറേച്ചർ മോഡുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡിൻ്റെ സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് ഈ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. 4 സാംസങ് വെൽ നോൺ ബ്രാൻഡാണ്. പ്രത്യേകിച്ച് ഹോം അപ്ലയൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഫ്രിഡ്ജ് ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, ഇതിനെല്ലാം അത്യാവശ്യം മൂവ്മെൻ്റുള്ള പ്രോഡക്റ്റ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എഗെയിൻ ഇതും ഒരു 2 സ്റ്റാർ ഓപ്ഷനാണ്. ഇതിൽ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ബ്ലൂ, ഗ്രേ, വൈറ്റ് അങ്ങനെ നിരവധി കളർ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസും EMI ഓഫേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് താഴത്തേക്ക് പോകുമ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് ഇൻവേർട്ടർ ടെക്നോളജിയാണ്. അതിപ്പം എല്ലാ AC-കൾക്കും അല്ലെങ്കിൽ ഇതുപോലെ റെഫ്രിജറേറ്റേഴ്സിനും വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു പരിധിവരെ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നത് ഒരു നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. 2 ഓൾ റൗണ്ട് കൂളിംഗ് സിസ്റ്റം, അതുപോലെ കൂൾ പാക്ക്, മൂവബിൾ ഐസ് മേക്കേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് പവർ കൂളിംഗ് മോഡ്, സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷൻ, ഫ്ലാറ്റ് ഡിസൈൻ. ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു റെഫ്രിജറേറ്ററാണ്. അതുകൊണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കൊരു അണ്ടർ ബഡ്ജറ്റാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു AC ആണ്. ആൻഡ് ഇതിലെ 5ാമത്തെ മോഡലാണ് റിയൽമി. നമുക്കറിയാം റിയൽമി എന്ന് പറയുന്ന ബ്രാൻഡ്. സോ അവർ പുറത്തിറക്കിയേക്കുന്ന 584 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഈ ഒരു ഫ്രിഡ്ജ്, ഇതൊരു സൈഡ് ബൈ സൈഡ് ഡോറുള്ള ഫ്രിഡ്ജാണ്. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് തുറക്കാം 2 സൈഡിൽ നിന്നും. അതിൽ തന്നെ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസ്, EMI ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന സ്പെസിഫിക്കേഷൻസിലേക്ക് വരുമ്പം ഇതിലും ഡിജിറ്റൽ ഇൻവേർട്ടർ ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. 2 ഫ്രണ്ടിൽ തന്നെ ഡ്യുവൽ ഡോർ ആയതുകൊണ്ട് തന്നെ ഇൻബിൽട്ട് വാട്ടർ ഡിസ്പെൻസർ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് തണുത്ത വെള്ളമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് എടുക്കാൻ സാധിക്കും. 3 ഇൻ്റലിജൻറ്റ് മോഡ്സ്, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന 3 ഡിഫറെൻറ്റ് ഇൻ്റലിജൻറ്റ് മോഡ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് മൾട്ടി എയർ ഫ്ലോ, ഇതിൽ ഇത്രയും വലിയൊരു സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് എയർ വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. സോ നല്ല രീതിയിൽ നമുക്ക് കപ്പാസിറ്റി 548 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിജിറ്റൽ കൺട്രോൾ പാനൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹ്യൂമിഡിറ്റി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന, ഫുഡ്സിനെ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഫുഡുകളെ ലോങ് ടേം കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന ടെക്നോളജിയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് ഇതിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പം കുറച്ച് അട്രാക്റ്റീവാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ചും അതുപോലെ തന്നെയാണ്. അത്യാവശ്യം കുറേ ടെക്നോളജിയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് റിയൽമിയുടെ ഫ്രിഡ്ജിൻ്റെ പ്രത്യേകതകൾ. സോ നിങ്ങളുടെ പ്രൈസ് കാര്യങ്ങളനുസരിച്ച്, സോ വളരെ ബേസിക് മുതൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രിഡ്ജുകളെല്ലാം നല്ല ഓഫേഴ്സിൽ ഇപ്പം ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു ബിഗ് സേവിംഗ് ഡേ ഓഫറിലൂടെ അവൈലബിൾ ആണ്. ഇതെല്ലാം ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഗോ ചെക്ക് ഇറ്റ് ഔട്ട്.